Hello guys, welcome to Cooking Diaries. Dada, happy birthday to you. Birthday to you. Happy birthday to you. Happy birthday dear Monu. Happy birthday to you. May God bless you. Happy birthday. Hello കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ. കാരണം എന്താണെന്ന് അറിയണ്ടേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ബർത്ത്ഡേന് ഒരു കുഞ്ഞ് സെലിബ്രേഷൻ വീഡിയോയാണ്. അപ്പോൾ വലിയ ആഘോഷമൊന്നുമില്ല കേട്ടോ. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചിട്ട് ചെറിയൊരു കേക്ക് കട്ടിങ്, പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ സ്പെഷ്യൽ ക്യാരറ്റ് വൈസും കൂടി ഉണ്ട്. അതിൻ്റെ റെസിപ്പിയും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ട് നോക്കുക. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാൻ റെഡിയായി വരുന്ന സമയം കൊണ്ട് നിങ്ങൾ ഇങ്ങനെ പായസം ഉണ്ടാക്കിയാന്നൊന്ന് കണ്ടിട്ട് വാ. ഇപ്പം നമ്മളിവിടെ പായസം ഉണ്ടാക്കുന്ന സമയത്ത് കൂടുതലും അതൊരു സേമിയ പായസമാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ക്യാരറ്റ് പായസമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ചൊവ്വരി ആവശ്യമുണ്ട്. 250 ml ഈ ഒരു ഗ്ലാസ്സിന് 1/2 ഗ്ലാസ് ചൊവ്വരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അതിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ച് വെക്കാം. അപ്പോൾ ഇതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ഈ ചൊവ്വരി നമ്മൾ ഇതേപോലെ 1/2 മണിക്കൂറോ 1 മണിക്കൂറോ ഒക്കെ സോക്ക് ചെയ്തെടുത്തിട്ട് വേവിക്കുകയാണെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് വെന്ത് കിട്ടും കേട്ടോ. ചൊവ്വരി ഒന്ന് സോക്കായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി എടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ക്യാരറ്റാണ്. അപ്പോൾ ഞാനിവിടെ 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ എടുക്കുന്ന ക്യാരറ്റിൻ്റെ സൈസിനനുസരിച്ചിട്ട് ഇപ്പം ചെറുതാണെങ്കിൽ 4 ക്യാരറ്റ് വരെയൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പം നല്ല വലിയ ക്യാരറ്റൊക്കെ ആണെങ്കിൽ 2 എണ്ണമൊക്കെ മതിയാവും. ഇനിയിപ്പോൾ ഈ 3 ക്യാരറ്റും നമുക്ക് ഇതിൻ്റെ ഒരു പുറത്തെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. പിന്നെ നമുക്കിത് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഗ്രേറ്ററിൻ്റെ ഈ ഒരു ഭാഗം വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കേണ്ടത്. ഈ ഒരു വലിയ ഭാഗത്ത് ഗ്രേറ്റ് ചെയ്തെടുക്കരുത്, അപ്പം വലിയ കഷ്ണമായിട്ട് അങ്ങനെ കിടക്കും. ഈ ഒരു സൈഡിൽ നമ്മളെടുത്ത 3 ക്യാരറ്റും ഗ്രേറ്റ് ചെയ്തെടുക്കുക. ക്യാരറ്റ് മുഴുവനായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്താൽ പിന്നെ നമുക്ക് പായസം റെഡിയാക്കി തുടങ്ങാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യൊക്കെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് നട്ട്സ് ചേർത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബദാമാണ്. ബദാം ഇതേപോലെ ചെറിയ പീസായി കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ബദാം തന്നെ ചേർത്ത് കൊടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ നമ്മളെ കയ്യിൽ കാഷ്യൂനട്ടാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പം ബദാമിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ബദാമും കിസ്മിസൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഇതേ നെയ്യിലേക്ക് തന്നെയാണ് നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പം നമുക്ക് ഈ ക്യാരറ്റ് ഒരു 5 മിനിറ്റൊക്കെ നന്നായിട്ട് നെയ്യിലൊന്ന് വഴറ്റിയെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കുന്നതാവും നല്ലത് കേട്ടോ. വഴറ്റിയെടുക്കുന്ന സമയത്ത് ക്യാരറ്റ് കരിയാണ്ട് ശ്രദ്ധിക്കുക. ക്യാരറ്റ് കരിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ പായസം ഒന്നിനും പറ്റാണ്ടാവും. അപ്പോൾ ക്യാരറ്റൊക്കെ ഒന്ന് കളറൊക്കെ മാറി നന്നായിട്ട് നെയ്യിൽ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. പിന്നെ ഈ ഒരു സോസ് പാനിലേക്ക് തന്നെയാണ് കേട്ടോ 1.5 ലിറ്റർ പാൽ ചേർത്ത് കൊടുക്കുന്നത്. പാൽ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് സോക്ക് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ചൊവ്വരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം ചൊവ്വരി സെപ്പറേറ്റ് വേവിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം പാലിൽ തന്നെ ചേർത്തിട്ട് വേവിക്കുന്നതുകൊണ്ടാണ് 1.5 ലിറ്റർ പാൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ചൊവ്വരി വേറെ വേവിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ 1 ലിറ്റർ പാൽ ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. കറക്റ്റ് അളവാവും. ഇതിപ്പം ചൊവ്വരി നമ്മൾ ഇതിൽ തന്നെ വേവിക്കുന്നതുകൊണ്ട് 1.5 ലിറ്റർ പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ചൊവ്വരിയൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ക്യാരറ്റും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചൊവ്വരി നമ്മൾ നേരത്തെ സോക്ക് ചെയ്തെടുത്തോണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം ക്യാരറ്റും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്.
എല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് മധുരത്തിന് പാകത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഒരു 1/2 ഗ്ലാസ് ചേർത്ത് കൊടുത്തിട്ട് നോക്കിയപ്പം കുറച്ച് കുറവാണ്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്ക അതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവസാനമായിട്ട് നമ്മൾ നേരത്തെ വറുത്തെടുത്ത് മാറ്റി വെച്ചിരുന്ന ആ ഒരു നട്ട്സും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ നമുക്ക് ഈ ഒരു ക്യാരറ്റ് പായസം പഞ്ചസാരക്ക് പകരമായിട്ട് ശർക്കര വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പഞ്ചസാര ചേർക്കുന്നതിന് പകരമായിട്ട് 3 ശർക്കര 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ട് ചൂടാറിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഫ്രണ്ട്സൊക്കെ എത്തുന്നതിന് മുമ്പ് തന്നെ ഞാനും ഉപ്പച്ചൊക്കെ ടേബിൾ റെഡിയാക്കാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ എത്രാമത്തെ ബർത്ത്ഡേയാണെന്ന് പറഞ്ഞില്ല അല്ലേ. ഇതിൻ്റെ 6ാമത്തെ ബർത്ത്ഡേയാണ്. ഇപ്പം എനിക്ക് 6 വയസ്സായി. എല്ലാ ഐറ്റംസും റെഡിയാക്കി കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ഫ്രണ്ട്സൊക്കെ എത്തി. അപ്പം നമുക്ക് കേക്ക് കട്ട് ചെയ്യാമല്ലേ. കേക്ക് കട്ട് ചെയ്താ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കേക്കൊക്കെ കഴിച്ചിട്ട് പിന്നെ എല്ലാവരും പായസം കുടിച്ചു കേട്ടോ. പിന്നെ ഞാനും എൻ്റെ ഫ്രണ്ട്സും കുറച്ച് നേരമൊക്കെ കളിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഓല് വീട്ടിലേക്ക് തിരിച്ച് ഇന്നത്തെ എൻ്റെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ?
ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൊന്ന് പ്രസ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ. ഹാപ്പി ബർത്ത്ഡേ ടു യു താത്ത.